146 സങ്കീർത്തനമാണ് നമ്മൾ വായിച്ചത്. സങ്കീർത്തനം ദാവീദിന്റെ ഒരു സങ്കീർത്തനമായിട്ട് തന്നെ നമുക്ക് ഇതിനെ ചേർത്ത് പഠിക്കാം. ദാവീദിന്റെ എല്ലാ സങ്കീർത്തനത്തിനും പറയുന്നത് പോലെ, ഒട്ടുമിക്ക സങ്കീർത്തനത്തിനും പറയുന്ന പോലെ യഹോവയെ സ്തുതിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തനം തുടങ്ങുന്നത്. സ്വത്രം. അപ്പം ജീവനുള്ളവരൊക്കെ എന്താണ്? ദൈവത്തെ സ്തുതിക്കണം എന്നാണ് ദാവീദ് അവിടെ പ്രബോധിപ്പിക്കുന്നത്. സ്വത്രം. ദാവീദ് തന്റെ ഹൃദയത്തോട് പറയുകയാണ്, എൻ മനമേ യഹോവയെ സ്തുതിക്കുക എന്ന് പറഞ്ഞ് തന്റെ ഹൃദയത്തെ ഒക്കെ താൻ ഒരുക്കുകയാണ്. സ്വത്രം. ദാവീദിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ കാട്ടിലായിരുന്നു. 27 സങ്കീർത്തനം വായിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്ന. അപ്പോൾ ആ സാഹചര്യത്തിൽ നിന്നൊക്കെ ദൈവം എന്നെ വീണ്ടെടുത്ത് ഇന്നായിരിക്കുന്ന ഈ അവസ്ഥയിൽ എത്തിച്ചു. അപ്പം ദാവീദ് തന്റെ കഴിഞ്ഞ കാലത്തിലേക്ക് നോക്കി തന്റെ ഈ ഇപ്പോഴുള്ള പ്രസന്റ് ടൈമിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കും എന്തായിരിക്കണം? നമ്മൾ ഈ ഞായറാഴ്ച ഈ കാലത്തിലേക്ക് കടന്നു വരുന്നതിനാ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും വേണ്ടി തന്നെയാണ് നമ്മളും കടന്നു വരുന്നത്. സ്വത്രം. ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം. സ്വത്രം. നമുക്കറിയാം, ഈ അബ്രഹാം യാഗം കഴിക്കാനായിട്ട് കടന്നു പോകുന്ന ഒരു സാഹചര്യം നമുക്ക് അറിയാം. അപ്പം ഈ കടന്നു പോകുമ്പോൾ അബ്രഹാമിന് 22-ാം അധ്യായം 22:3 ഈ കടന്നു പോകുമ്പോൾ അബ്രഹാമിന് വെറുതെ അങ്ങ് പോവല്ലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ചില ഒരുക്കം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരുക്കം അപ്പൊ ആ ഒരുക്കത്തെ നമ്മൾ ചുരുക്കമായിട്ട് ഞാൻ പറയാറ്. അതിൽ 22-ാം അധ്യായം 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അധികാരത്തെ എഴുന്നേറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അധികാരത്ത്. അപ്പം ആരാധനയ്ക്ക് പോകാൻ വേണ്ടി ദൈവം ചെയ്തു അധികാരത്തെ എഴുന്നേറ്റ്. അപ്പം 10 മണി വരെ കിടന്നുറങ്ങി, അല്ലെങ്കിൽ 11 മണി വരെ കിടന്നുറങ്ങിയിട്ടല്ല ആരാധനയ്ക്ക് പോകുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരുക്കം എന്തായിരുന്നു? അധികാരത്തെ താൻ എഴുന്നേറ്റു. അപ്പം ദൈവം പറഞ്ഞു 3 ദിവസത്തെ വഴിയാത്ര പോകണം. അപ്പം ആ 3 ദിവസത്തെ യാത്രയ്ക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം ക്രമീകരിച്ചു. അപ്പം എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, താഴോട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, വിറക് കീറി എന്ന് എഴുതിയിരിക്കുന്നു. അപ്പം വിറക് കീറി യാഗം കഴിക്കാൻ വേണ്ടി അത് എടുത്തുകൊണ്ട് പോകുന്നു. അടുത്തായിട്ട് എഴുതി 3 ദിവസം യാത്ര ചെയ്തു. 22:6 കാണുന്നു, തീയും കത്തിയും എടുത്തു. പിന്നെന്താ പറയുന്നത്? ഇവരെല്ലാം കൂടെ 2 ഭൃത്യന്മാർ ഇവരെല്ലാം കൂടെ ഒന്നിച്ച് നടന്നാ പോകുന്നത്. ഇന്നത്തെ പോലെ വാഹന സൗകര്യമൊന്നുമില്ല. അപ്പം അന്ന് അവർ നടന്ന് അവിടെ പോവുകയാണ്. ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് കടന്നു പോവുകയാണ്. 22:9 വന്ന് അവിടെ കാണാൻ സാധിക്കും, യാഗപീഠം പണിതു, വിറകടുക്കി. ഇത്രയും കാര്യം എന്താണ്? ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി അബ്രഹാം ഒരുക്കി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തായിരിക്കണം? നമ്മൾ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റു, കുളിച്ച് നനച്ച് പാല് വിട്ടെങ്കിൽ വന്ന് ഇവിടെ ആലയത്തിലേക്ക് വന്നിരുന്ന് ആരാധിക്കുക എന്നുള്ളതല്ല. പിന്നെന്താണ്? നമ്മൾ ഈ ആഴ്ചത്തെ ആരാധന കഴിഞ്ഞ് നമ്മൾ പോകുമ്പോഴേ നമ്മൾ അടുത്ത ആഴ്ചത്തെ ആരാധനയെ കുറിച്ചൊന്ന് ചിന്തിക്കുകയും അതിനെക്കുറിച്ചൊന്ന് പ്രാർത്ഥിക്കുകയൊക്കെ വേണം. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? നമ്മളോട് ദൈവം സംസാരിക്കുന്നതും നമ്മളോട് ദൈവം വചനത്തിലൂടെ ഇടപെടുന്നതും. അല്ലാതെങ്കിൽ നമുക്ക് യാതൊരു ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയത്തില്ല. നമുക്ക് വരാം, ഇവിടെ ഇരിക്കാം, കൈയടിക്കാം, പാട്ട് പാടാം, തിരിച്ച് വീട്ടിൽ പോകാം. പ്രത്യേകിച്ച് യാതൊരു പ്രയോജനം നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. ഈ ഒരു കാര്യം നമ്മൾ ഓർത്തു കൊടുക്കുക. അപ്പം ഒരുക്കം എന്ത് വേണം? ദൈവത്തെ സ്തുതിക്കാനായിട്ട് കടന്നു പോകുന്നു, ദൈവത്തെ ആരാധിക്കാനായിട്ട് കടന്നു പോകുന്ന നല്ല കാര്യം തന്നെ. പക്ഷെ ഒരുക്കം ഉണ്ടായിരിക്കണം. ഒരുക്കമില്ലാത്ത ആരാധനയിൽ ദൈവം പ്രസാദിച്ചു എന്ന് വരത്തില്ല എന്നൊരു കാര്യം നമ്മൾ മറക്കരുത്. 2-ാം വാക്യത്തിൽ പറയുകയാണ്, ജീവനുള്ളെന്ന് ഞാൻ യഹോവയെ സ്തുതിക്കും, ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിനെ കീർത്തനം ചെയ്യും. അപ്പൊ നമ്മുടെ ജീവിതത്തിന് എത്രത്തോളം ആയുസ്സുണ്ടോ അത്രത്തോളം ആയുസ് വരെ നമ്മുടെ ദൈവത്തിന് നമ്മൾ സ്തുതിക്കണം. ജീവനുള്ളെന്നും ജീവനുള്ളിടത്തോളം സമയം ഞാൻ ദൈവത്തെ സ്തുതിക്കുമെന്ന് പറയുകയാണ്. നമുക്കൊരു പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നുണ്ട്, ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. പാട്ടുകാരനും ഈ വരികളൊക്കെ എടുത്തിട്ടാണ് അദ്ദേഹം ആ പാട്ട് എഴുതിയിരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ജീവനുള്ള അവസാന സമയം വരെ ഞാനിപ്പോൾ ദൈവത്തെ സ്തുതിക്കും. പുതിയ നിയമത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്, പുരുഷന്മാർ എന്ത് ചെയ്യണം? വിശുദ്ധ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കണം, അവർ പ്രാർത്ഥിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. സ്വതന്ത്രം. അപ്പം നമ്മുടെ ജീവന്റെ അവസാനം വരെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. കാരണം ഇത്ര വലിയ മരണത്തിൽ നിന്ന്, ഇത്ര വലിയ നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ നിന്ന് ദൈവം നമ്മളെ വീണ്ടെടുത്തു. ആ ഒരു നന്ദി നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നമുക്ക് ദൈവത്തോട് കാണണം. തന്റെ സ്വന്തം ജീവൻ തന്നാണ്
താൻ വീണ്ടെടുത്തത്. തൻ്റെ രക്തമാണ് നമ്മുടെ പാപത്തിന് പരിഹാരമായി കൊടുത്തത്. സ്തോത്രം. ഇത് നമ്മളെപ്പോഴും ഓർത്തു കൊടുക്കുക. നമ്മൾ നിസ്സാര ഉപകാരങ്ങൾ നമ്മളാർക്കും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മരിക്കുന്നതല്ല, നമ്മൾ അതിൻ്റെ കണക്ക് പറയും. എന്നാൽ ഇത്രയും വലിയ ദൈവം നമുക്കൊരു നന്മ ചെയ്താൽ ആ ദൈവത്തെ നമ്മൾ ഓർത്ത് സ്തുതിക്കുക. അപ്പം നമുക്ക് ലഭിച്ച എന്താണെന്നുള്ള ബോധ്യം നമുക്ക് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വേണം. ഈ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. സങ്കീർത്തനം 68-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിലേക്ക് ഒന്ന് വന്നിട്ട് 68-20 അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു: ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് കർത്താവായ യഹോവയ്ക്ക് ഉള്ളവ തന്നെ. സ്തോത്രം. അപ്പം മരണത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുവാൻ, വിടുവിക്കുവാൻ, അല്ലെ മരണത്തിൽ നിന്ന് നമ്മളെ ഉദ്ധരിക്കുവാൻ കഴിയുന്നത് ആരാ? ദൈവമാണ്. സ്തോത്രം. അപ്പം നമുക്കറിയാം, പ്രാണഭയം എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും വലിയൊരു ഭയമാണ്. നമ്മൾ ഇന്ന് ചാകും നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നിൽക്കാനിരിക്കാനും പറ്റുമോ? ഞാൻ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയാണ്. ആ പയ്യനെ അന്ന് തൂക്കിക്കൊല്ലും. ആ പയ്യൻ അവസാനത്തെ ആഹാരം കൊടുക്കുക. ഇവൻ വിറച്ചിട്ട് അവനത് കഴിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? അവന് പ്രാണഭയം, മരണഭയം അവനെ പിടിച്ചു. അവന് കഴിക്കാൻ പറ്റില്ല. അവന് എത്ര ഇഷ്ടമുള്ള ആഹാരമാണെങ്കിലും അത് കഴിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. എന്നാൽ ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം, ദൈവം നമുക്കാരാണ്? ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ ദൈവമാണ് നൽകുന്നത്. സ്തോത്രം. ഹിസ്കിയാവിൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് അതൊന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ സ്തോത്രം നമ്മൾ ഓർത്തു കൊടുക്കുക. സ്തോത്രം. നമ്മൾ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ നൽകുവാൻ ദൈവം വിശ്വസ്തനാണ്, ദൈവം മതിയായവനാണ്. സ്തോത്രം. നമുക്ക് ജീവനുള്ള ഈ സമയത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കാതെ, ദൈവത്തെ ആരാധിക്കാതെ നമ്മൾ ഇരിക്കുക എന്ന് വിചാരിക്കുക. ഇനി മരിച്ചുകഴിഞ്ഞ് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കുമോ? മരിച്ചുകഴിഞ്ഞ് നമുക്ക് ദൈവത്തെ ആരാധിക്കാനോ സ്തുതിക്കാനോ സാധിക്കത്തില്ല. കാരണം സങ്കീർത്തനം 115:17 ഇങ്ങനെ പറയുന്നു: മരിച്ചവരും മൗനത്തിൽ ഇറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ഈ ലോക ജീവിതത്തിലായിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും ഉത്സാഹമുള്ളവരായിരിക്കണം. സ്തോത്രം. സ്തോത്രം. ഇവർക്കുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കും. ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക. നാം ദൈവത്തെ ആരാധിക്കാനാണ് ആലയത്തിൽ കടന്നു വരുന്നത്. അപ്പോൾ എന്തായിരിക്കണം? നമ്മൾ ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കണം. ജീവനുള്ള അവസാനം, നമ്മുടെ ജീവന്റെ അവസാനം വരെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. നമ്മളൊന്ന് ചിന്തിച്ചു വയ്ക്കുക. നമ്മുടെ കുടുംബത്തിൽ എത്രയോ നമ്മളിലും കഴിവും പ്രാപ്തിയുള്ള എത്രയോ പേരുണ്ട്. അവർക്കൊന്നും ഈ ദൈവത്തെ അറിയുവാൻ, അല്ലെ ഈ ദൈവത്തെ അറിയേണ്ട വിധത്തിൽ അറിയുവാൻ സാധിക്കാതെ അവരിപ്പോഴും തങ്ങളുടെ പാരമ്പര്യങ്ങളിൽ കൂടി കിടക്കുമ്പോൾ, സ്തോത്രം, ഈ എളിയവരായ നമുക്ക് ദൈവം ഇതിനൊരു വലിയ അവസരം നൽകി. നമ്മൾ സ്തോത്രം, നമ്മളത് ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കുക. സ്തോത്രം. നമ്മളൊരു പ്രഭാതം രാവിലെ അങ്ങോട്ട് എഴുന്നേറ്റ് നമ്മളങ്ങോട്ട് എഴുന്നേറ്റ് അന്നത്തെ പ്രവൃത്തി അങ്ങ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതല്ല. എന്നാൽ ഇന്നത്തെ പ്രഭാതം കാണാൻ ദൈവം എനിക്ക് അങ്ങ് അവസരം നൽകിയതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞാൽ അവിടെ മുതൽ നമ്മൾ ദൈവത്തെ എന്തായിരിക്കണം? നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. സ്തോത്രം. ഒരു ദിവസം മൊത്തം നമുക്കുണ്ട്. നമ്മൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ പണ്ട് നമ്മളോട് മറ്റുള്ളവർ ചെയ്തതും അവർ പറഞ്ഞതും ഇവർ പറഞ്ഞതും കുറവും കുറ്റവും ഒക്കെ ഓർത്ത് നമ്മൾ നടക്കാതെ, സ്തോത്രം, എന്തുണ്ട്? നമ്മൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മുമ്പോട്ട് നടക്കുക. സ്തോത്രം. 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയാം: നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിക്കാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ വരരുത്. മറ്റൊരു സങ്കീർത്തനത്തിൽ നമുക്ക് വായിക്കുന്നുണ്ട്, എന്താ? ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ പുകഴുമെന്ന് പറയുക. സ്തോത്രം. അപ്പം നമ്മൾ പ്രഭുക്കന്മാരിലല്ല. ചിലപ്പോൾ ഈ ലോകത്ത് ചിലപ്പോൾ സ്ഥാനമാനങ്ങൾ കൊണ്ട് MLA-മാരോ മന്ത്രിമാരോ അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ തലപ്പത്തിരിക്കുന്നവരോ ഇങ്ങനെയുള്ള സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവരൊക്കെ നമുക്ക് പരിചയം കാണും. എന്നാൽ പറയുകയാണ്, നിങ്ങൾ ഈ പ്രഭുക്കന്മാരിലോ ഇതിലൊന്നും നിങ്ങൾ ആശ്രയിക്കരുത്. നിങ്ങൾ സഹായിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യന് നിങ്ങൾ ആശ്രയിക്കരുത്. നിങ്ങളുടെ ആശ്രയം എവിടെയായിരിക്കണം? നമ്മുടെ ആശ്രയം നമ്മുടെ ദൈവത്തിലായിരിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ അടുത്ത വാക്യത്തിൽ പറയുകയാണ്, മനുഷ്യനിൽ ആശ്രയിച്ച ആളുടെ കുഴപ്പം അവൻ്റെ ശ്വാസം പോകുന്നു, അന്ന് അവൻ മണ്ണിലേക്ക് തിരിയുന്ന അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിച്ചു പോകാം. ഒരു മനുഷ്യനിലാണ് നമ്മൾ ആശ്രയിക്കുന്നതെങ്കിൽ ആ മനുഷ്യൻ്റെ ശ്വാസം പോയാലോ അല്ലെങ്കിൽ നമ്മുടെ ശ്വാസം പോയാലോ നമ്മൾ മണ്ണിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവൻ അന്ന് വരെ നിരൂപിച്ചതും എല്ലാം എന്താണ്? വെറുതെ ആയി പോവുകയാണ്. സ്തോത്രം. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ ദൈവത്തിൽ ആശ്രയിക്കുക. നമുക്ക് ഈ ദൈവത്തെ അറിയുവാൻ ഭാഗ്യം ലഭിച്ചുവെങ്കിൽ, സ്തോത്രം, യാക്കോബിന്റെ ദൈവം സഹായമായി തന്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ള ഭാഗ്യവാന്മാർ. സ്തോത്രം. നമ്മുടെ ദൈവത്തിൽ പ്രത്യാശ വെച്ച് വേണം നമ്മുടെ ഈ ക്രിസ്ത്യ ജീവിതം മുമ്പോട്ട് നയിപ്പാൻ എന്ന് നാം ഓർക്കുക. നമുക്ക് ഈ ലോകത്തിലെ ജീവിതത്തിനപ്പുറം ഒരു നിത്യമായ ഒരു ജീവിതം ദൈവത്തോടൊപ്പം ഉണ്ട് എന്ന് നാം എപ്പോഴും ഓർക്കുക. ഈ നിത്യതയാണ് മറ്റ് എല്ലാത്തിൽ നിന്നും ഈ ക്രിസ്ത്യ ജീവിതത്തെ വ്യത്യസ്തമാക്കുന്നത് എന്ന് നമ്മൾ ഓർത്തു കൊടുക്കുക. സ്തോത്രം. ദൈവത്തോടു കൂടി നമ്മൾ നിത്യമായി വാഴും. ഇതാണ് നമ്മുടെ ഉറപ്പ്. സ്തോത്രം.
അത് ഉറപ്പ് നമ്മൾ 6-ാം വാക്യത്തിൽ വായിച്ചിട്ട് അവൻ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കി അവൻ എന്നേക്കും വിശ്വസ്തത കാണിക്കുന്നു. സ്തോത്രം. അപ്പം ദൈവമാണ് ആകാശവും ഭൂമിയും സമുദ്രവും ഉണ്ടാക്കിയത്. അപ്പോൾ അവൻ എന്നേക്കും വിശ്വസ്തത കാണിക്കും. അപ്പോൾ ഈ വഞ്ചന പറയുവാന് അല്ലെ പോഷ്ക്ക് പറയുവാന് ദൈവം എന്തല്ല, മനുഷ്യനല്ല എന്ന് നമ്മൾ ഓർക്കുക. ദൈവത്തിൻ്റെ സ്വഭാവങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്വഭാവമാണ് വിശ്വസ്തത എന്നുള്ളത്. സ്തോത്രം. ദൈവം വിശ്വസ്തനായിരിക്കുന്നത് കൊണ്ട് ദൈവം നമ്മളിലും വിശ്വസ്തതയാണ് ആഗ്രഹിക്കുന്നത് എന്നൊരു കാര്യം നമ്മൾ മറന്നു പോകരുത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം എന്നെടുക്കാമെങ്കിൽ ഒരു വാക്യം നമുക്ക് വായിക്കാം. ഞാൻ വായിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്നവരുണ്ടോ? ഒരു ചോദ്യമാണ്. എന്നിട്ട് 3-ാം വാക്യത്തിൽ വീണ്ടും ഒരു ചോദിക്കുകയാണ്: യഹോവേ, നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത്? സ്തോത്രം. അപ്പം ദൈവം എന്താ, മനുഷ്യപുത്രന്മാർ വിശ്വസ്തരുണ്ടോ എന്നാണ് നോക്കുന്നത്. സ്തോത്രം. ന്യായം പ്രവർത്തിക്കുന്ന വിശ്വസ്തത കാണിക്കുന്നവരുണ്ടോ? അത് മനുഷ്യരോടായാലും അത് ദൈവത്തോടായാലും നാം വിശ്വസ്തരായിരിക്കുന്നു എന്നുള്ളത് വലിയൊരു ഘടകമാണ്. സ്തോത്രം. സ്തോത്രം. അപ്പൊ യഹോവയുടെ കണ്ണെന്താണ്? വിശ്വസ്തത നോക്കുകയാണ്. ഒരുപക്ഷെ നമുക്ക് പല കുറവുകളൊക്കെ കാണും, എങ്കിലും നമ്മൾ നമ്മുടെ കുറവുകളെയൊക്കെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തത നമ്മൾ പ്രാർത്ഥിച്ചപ്പോഴും 10 കുരുടന്മാരുടെ കാര്യം പറയുവാനിടയായി. 10 കുരുടന്മാർക്ക് ഒരേ നന്മയാണ് ലഭിച്ചത്. പക്ഷേ അവർക്ക് ഒരു വ്യക്തിക്ക് ഉള്ളായിരുന്നു അടങ്ങിച്ചെന്ന് നന്ദി പറയണമെന്ന് തോന്നിയത്. സ്തോത്രം. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഓർക്കുക, ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നു. ദൈവം വിശ്വസ്തനായതിനാൽ ദൈവം നമ്മളിൽ നിന്നും വിശ്വസ്തത ആഗ്രഹിക്കുന്നു. ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്. അപ്പൊ ഇതിലൊരു വ്യക്തി വിശ്വസ്തയാന്നിരിക്കട്ടെ. അപ്പം മറ്റു വ്യക്തി ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്ത് നമുക്ക് എത്രത്തോളം സഹിക്കാൻ കഴിയും നമ്മൾ ചിന്തിക്കുക. സ്തോത്രം. ഇത് തന്നെയാണ് ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തിലും ദൈവം നോക്കുന്നത് എന്നൊരു കാര്യം നമ്മൾ ഓർത്തുകൊള്ളുക. സ്തോത്രം. വിശ്വസ്തനായിരിക്കാൻ നമുക്ക് കഴിയണം. സ്തോത്രം. അതിൻ്റെ 8-ാം വാക്യത്തിലേക്ക് വന്നാൽ, സങ്കീർത്തനം 8-ാം വാക്യത്തിലേക്ക് വന്നാൽ, യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു, യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സ്തോത്രം. അപ്പൊ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു. അപ്പൊ എന്താ പറയുന്നത്? ഈ കണ്ണ് കാണാത്ത വ്യക്തികൾ. സ്തോത്രം. ഇന്ന് നമ്മൾ പറയും നമുക്കെല്ലാം കണ്ണ് കാണാം, അല്ലെങ്കിൽ ഒരു കണ്ണാടി വെച്ചാലെങ്കിലും നമുക്ക് കാണാമെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഇത് നമ്മുടെ ക്രിസ്ത്യ ജീവിതവുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ ആത്മീയ അന്ധത എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ആത്മീയ അന്ധത. ഈ ആത്മീയ അന്ധത ബാധിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദൈവഭയമല്ല, ദൈവാശ്രയബോധമല്ല. എല്ലാവരും പോന്നു, ഞാനും പോന്നു, അല്ലെ എല്ലാവരും ഇങ്ങനെ പോന്നു. അങ്ങനെ ഒരു പരുവത്തിനൊക്കെ എന്താ പറയുക, നമ്മൾ പറയത്തില്ലേ, ഒരു ഒഴുക്കിന് ഞാനും അങ്ങ് പോന്നു എന്ന് പറയും. എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യ ജീവിതമായി പോകും നമ്മുടെ. സ്തോത്രം. അപ്പൊ നമ്മുടെ ആത്മീയ അന്ധത നമുക്കുണ്ട് എങ്കിൽ, സ്തോത്രം, നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ഈ വചനത്തിൽ നമുക്ക് കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്ന നല്ലൊരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. നമ്മുടെ കർത്താവ് എന്താണ്? നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. സ്തോത്രം. ഈ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് വന്നാൽ അവിടെ ഒരു കുരുടനെ കാണാൻ സാധിക്കും. ആ അധ്യായം മുഴുവൻ ആ കുരുടനെ കുറിച്ചാണ് പറയുന്നത്. ഈ കുരുടനെ നമ്മുടെ ആത്മീയ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ നമുക്ക് ഇവനെന്താണ്? പിറവിയിലെ ഒരു കുരുടനായിരുന്നു. സ്തോത്രം. പിറവിയിലെ ഒരു കുരുടനായിരുന്നു. അങ്ങനെ യേശു അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് തുപ്പൽ കൊണ്ട്, നിലത്ത് തൊപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേർ അവന്റെ കണ്ണിന്മേൽ പൂശി എന്ന് ശീലോഹ കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ശീലോഹ എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം. അവൻ പോയി കഴുകി കണ്ണ് കാണുന്നതിനായി മടങ്ങി വന്നു. അപ്പൊ ഈ ഒരു ജനിച്ചപ്പം മുതലേ കണ്ണ് കാണാത്തൊരു വ്യക്തി യേശുക്രിസ്തുവിന്റെ അടുക്കൽ ചെന്ന് സൗഖ്യം പ്രാപിച്ചു. അല്ലെ താൻ ആ ഒരു കുളത്തിൽ പോയി കഴുകി. അല്ലെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിച്ചാൽ നമ്മുടെ പാപ ശരീരത്തെ സ്നാനജലത്തിലൊക്കെ അടക്കി നമ്മളിങ്ങനെ ചാടി എഴുന്നേറ്റ് നിൽക്കുക. സ്തോത്രം. ഇപ്പൊ ഈ വ്യക്തി കണ്ണ് കാണുന്നതിനായിട്ട് നിൽക്കുക എന്ന് പറയുന്ന പോലെ നമ്മളും എന്താണ്? ദൈവം ബോധം തന്നപ്പോൾ, ദൈവം പരിജ്ഞാനം തന്നപ്പോൾ നമുക്കും എല്ലാം ബോധ്യമായി. കർത്താവാണ് രക്ഷ, കർത്താവ് മാത്രമേ ഉള്ളൂ രക്ഷ. ഇതെല്ലാം നമുക്ക് മനസ്സിലായി. നമ്മളിങ്ങനെ നിൽക്കുക. മുമ്പോട്ട് ഈ മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ എന്താ അവിടെ പറയുന്നതെന്നറിയാമോ? അപ്പോൾ ഈ പരീക്ഷന്മാരൊക്കെ വന്നു. ഇപ്പോൾ ശബ്ദത്ത് പ്രമാണിച്ചതെന്നൊക്കെ പറഞ്ഞ് പല കുറ്റങ്ങൾ ഇദ്ദേഹത്തിന്മേൽ ചുമത്തുകയാണ്. സ്തോത്രം. അപ്പോൾ ഇവന്റെ അമ്മയപ്പന്മാരെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഇവൻ എന്ത് പറ്റുന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ ഈ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? ഈ മനുഷ്യൻ 25-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കാണുന്നു. അപ്പം ഈ തൻ്റെ അമ്മയപ്പന്മാരുടെ മുമ്പിലായാലും
പരീക്ഷന്മാരുടെ മുമ്പിലായാലും ഏത് സഭയുടെയും സമൂഹത്തിന്റെ മുമ്പിലായാലും ഈ മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് തന്റെ സാക്ഷ്യം പ്രസ്താവിക്കുകയാണ്. സ്വതന്ത്രം. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മളെ ദൈവം വിടുവിച്ചുവെങ്കിൽ, പാപത്തിൽ നിന്ന് നമ്മളെ ദൈവം വിടുവിച്ചുവെങ്കിൽ, ദൈവം നമ്മളെ വീണ്ടെടുത്തുവെങ്കിൽ നമ്മുടെ ഈ സാക്ഷ്യം നമ്മൾ മറ്റുള്ളവരോട് പ്രസ്താവിക്കണം. അല്ല നമ്മുടെ സാക്ഷ്യം നമ്മളെ തന്നെ അടക്കി വെക്കാനുള്ളതല്ല. അല്ല ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാനും എൻ്റെ കുടുംബം സന്തോഷമായിട്ട് വാഴും എന്നുള്ളതല്ല. ഞാൻ രക്ഷിക്കപ്പെട്ടു, ദൈവം എന്നോട് കരുണ ചെയ്തുവെങ്കിൽ ഈ കരുണയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാനുള്ള ഉത്തമ ബോധ്യം, ഉത്തരവാദിത്വം എൻ്റെ മേൽ കിടക്കുന്നു. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. അത് കഴിഞ്ഞിട്ട് ഈ മനുഷ്യനൊരു വലിയ പ്രസ്താവന നടത്തുകയാണ്. ഈ അതിന്റെ 31 ഭാഗത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, ദൈവഭക്തനായിരുന്നു അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു. ഇത്ര വലിയൊരു സ്റ്റേറ്റ്മെന്റ്. കുരുടനായിട്ട് ഇത്രയും നാള് ജന്മനാ കുരുടനായിട്ട് വഴി കിടന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തിയെ യേശു തൊട്ട് സൗഖ്യമായി കഴിഞ്ഞപ്പോൾ ആ വ്യക്തി എഴുന്നേറ്റ് നിന്നിട്ട് ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. അപ്പൊ നമ്മൾ അത് ചിന്തിച്ചു നോക്കി. നമ്മളൊന്ന് ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിലേക്കൊക്കെ വന്നു, പക്ഷെ നമുക്ക് നമ്മുടെ ജഡത്തെ ഉപേക്ഷിക്കുവാൻ കഴിയുന്നില്ല, നമ്മുടെ പാപജീവിതത്തെ നമുക്ക് ഉപേക്ഷിക്കുവാൻ കഴിയുന്നില്ല, നമ്മുടെ നാവിനെ നമുക്ക് ബന്ധിക്കുവാൻ കഴിയുന്നില്ല, അല്ല നമ്മുടെ മറ്റ് എന്തെങ്കിലുമുള്ള ആസക്തി നമുക്ക് ഉപേക്ഷിക്കുവാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഒരു ക്രിസ്ത്യ ജീവിതം നമ്മൾ നയിച്ചിട്ട് നമ്മൾ ദൈവത്തെ വിളിച്ച് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കണമെന്നുള്ള നിർബന്ധമുണ്ടോ? സ്വതം ഇല്ല. അപ്പൊ പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നൊരു കാര്യം ആരും മറന്നു പോകരുത്. അപ്പൊ നമ്മുടെ പാപത്തിൽ ഇരുന്നുകൊണ്ടല്ല നമ്മൾ ദൈവത്തെ വിളിക്കേണ്ടത്. സ്വതം ഈ ഒരു ബോധ്യമൊക്കെ നമുക്ക് വേണം. ഇത്രയും നാൾ കണ്ടു കാണാത്ത വ്യക്തിക്ക് ദൈവം ഒരു സെക്കൻഡിൽ ഇത്രയും വലിയൊരു സ്റ്റേറ്റ്മെന്റ് ദൈവം കൊടുത്തുവെങ്കിൽ സ്വത്രം നമ്മൾ എഴുന്നേറ്റ് മറ്റുള്ളവരുടെ സുവിശേഷമൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ നാവിനെയൊക്കെ ദൈവം ബലപ്പെടുത്തിക്കോളും. സ്വത്രം. ഇത് നമ്മൾ മറന്നു പോകരുത്. സ്വത്രം. അപ്പൊ ഇവിടെ നമ്മൾ വായിച്ച സങ്കീർത്തനത്തില് യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. അപ്പൊ എങ്ങനെയെല്ലാം കുനിഞ്ഞു പോയതുണ്ട്. നമുക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും ചിന്തിക്കാനില്ല, എന്നാലും നമ്മൾ പെട്ടെന്നൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെല്ലാം കുനിഞ്ഞു പോയതുണ്ട്. സ്വത്രം. ഒന്നാമത് നമ്മൾ ചിന്തിച്ച് അധ്വാന ഭാരത്താൽ കുനിഞ്ഞു പോയതുണ്ട്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് വന്നാൽ യേശുക്രിസ്തു അധ്വാന ഭാരത്താൽ കുനിഞ്ഞു പോയവരോട് യേശുക്രിസ്തു പറയുന്നത് എന്താണ്? 11:28-29-30 അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. സ്വത്രം. അതെന്താ ഈ മനുഷ്യൻ കുനിഞ്ഞു പോകണമെങ്കിൽ എന്താ? അമിതമായ ഭാരം അവന്റെ തലയിൽ വരുമ്പോഴാണ് ഈ അധ്വാനിക്കുന്നവൻ കുനിഞ്ഞു പോകുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ആയിരിക്കുന്ന സമസ്ത മേഖലകളും നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുക. ജീവിതത്തിന്റെ പ്രയാസമാണോ? നമുക്ക് താങ്ങാൻ കഴിയാത്തൊരു നില വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഓട്ടോമാറ്റിക്കലി കുനിഞ്ഞു പോകും. ഇവിടെ നമ്മൾ ചിന്തിച്ചു അധ്വാനിക്കുന്ന അല്ലെ കായികമായിട്ട് ജോലി ചെയ്ത് അങ്ങനെയുള്ള ആൾക്കാർ അമിതമായ ഭാരം അദ്ദേഹത്തിന്റെ തലയിൽ വന്ന് അദ്ദേഹം എന്ത് ചെയ്യും? കുനിയും. ഈ പറഞ്ഞതുപോലെയാണ് നമ്മുടെ ജീവിതമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചിന്തിച്ചുകൊള്ളുക. നമ്മൾ ഏതെങ്കിലും മേഖലകളിൽ കുനിഞ്ഞു പോയിട്ടുണ്ടോ, നമുക്ക് സഹിപ്പാൻ കഴിയാവുന്നതിന്റെ അപ്പുറത്തെ വേദന നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊള്ളുക. സ്തോത്രം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ യേശുക്രിസ്തു പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ നിങ്ങളെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞ ദൈവമല്ല, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞ ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. അടുത്തതായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം രോഗത്താൽ കുനിഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്. രോഗത്താൽ അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിലേക്ക് വന്നത് അവിടെ ഒരു മനുഷ്യനെ അപ്പോസ്തലന്മാർ സൗഖ്യമാക്കുകയാണ്. സ്വതന്ത്രം. പത്രോസും യോഹന്നാനും സൗഖ്യം പ്രാപിച്ചൊരു മനുഷ്യനെയും കൊണ്ട് അവിടെ കടന്നു വരികയാണ്. സ്വതന്ത്രം. അവിടെ കാണുന്ന 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് അവിടെ കടന്നു വരികയാണ്. സ്വതന്ത്രം. അപ്പം ഈ അപ്പോസ്തലന്മാര് ഇദ്ദേഹത്തോട് പറയുകയാണ്, വെള്ളിയും പൊന്നൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ സൗഖ്യമാക്കുകയാണ്. അതിനെ തുടർന്ന് മുമ്പോട്ട് ഇങ്ങനെ വായിച്ചു വരുമ്പോഴാണ്
നമുക്കിത് മനസ്സിലാകുന്നത്. അപ്പോൾ ഇവിടെ പറയുകയും ഈ അത്ഭുതത്താൽ സൗഖ്യം 4-ാം അധ്യായം 22-ാം വാക്യം, ഈ അത്ഭുതത്താൽ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ 40-ലധികം വയസ്സുള്ളവനായിരുന്നു. അതായത് 40-ലധികം വർഷമായിട്ട് ഇദ്ദേഹം എന്താണ്, മുടത്തുള്ളവനാണ്. അദ്ദേഹം കുനിഞ്ഞു പോയിരിക്കുക, രോഗബന്ധനത്താൽ ഇദ്ദേഹം കുനിഞ്ഞു പോയിരുന്ന വ്യക്തിയാണ്. സ്തോത്രം, നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പം എന്ത് സംഭവിക്കുകയാണ്, ഈ കർത്താവിന്റെ ശിഷ്യന്മാർ അവിടെ ചെന്ന് അവർ ക്രിസ്തുവിനെ കുറിച്ച് പറയുകയും ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കാൻ കൽപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ താൻ സൗഖ്യം പ്രാപിച്ചവനായി മടങ്ങിപ്പോയി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സ്തോത്രം. അപ്പം നമ്മുടെ രോഗം എന്തു തന്നെ ആയാലും എന്താണ്, സ്തോത്രം, അതിൽ നിന്നൊക്കെ എഴുന്നേൽപ്പിക്കുക നമ്മുടെ ദൈവത്തിന് കഴിയും. നമ്മുടെ ദൈവം വിശ്വസ്തനാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. അത് സാഹചര്യത്തെയൊന്നും നമ്മുടെ സാഹചര്യത്തെയും അല്ലെങ്കിൽ മറ്റുള്ള ഇതിനൊന്നും നോക്കി നമ്മൾ ഭയപ്പെട്ടിരിക്കുകയൊന്നും വേണ്ട. സ്തോത്രം. നമ്മൾ ദൈവത്തിൽ ആശ്രയം വെച്ചാൽ ദൈവം നമുക്കായിട്ട് പ്രവർത്തിക്കും എന്ന് നമുക്ക് മനസ്സിലായിക്കൊള്ളുക. സ്തോത്രം. അടുത്തതായിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്നത് 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായമാണ്. അവിടെ എന്താണ്, അവിടെ ആ ജീവിത സാഹചര്യത്തിൽ കുനിഞ്ഞുപോയ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിന്നയ്ക്കും പരിഹാസനും ഇരയായ ഒരു സ്ത്രീ അവിടെ കാണാൻ സാധിക്കും. അവിടെ ഹന്ന എന്ന് പറയുന്ന ഒരു പ്രിയ സഹോദരി നമുക്കവിടെ കാണാൻ സാധിക്കും. എൽക്കാന എന്ന വ്യക്തിയുടെ ഭാര്യയായിരുന്നു ഹന്ന. അപ്പം അന്നായുടെ പ്രതിയോഗിയായി പെനീന എന്ന് പറയുന്ന വ്യക്തി അവിടെ എഴുന്നേൽക്കുകയാണ്. അപ്പോൾ അവിടെ 3-ാം ഭാഗത്തിൽ പറയാം അന്നായ്ക്ക് എന്താണ്, മക്കളില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇദ്ദേഹം നിന്നെ അനുഭവിക്കുക. സ്വതന്ത്രം. അപ്പം ഇദ്ദേഹത്തിന് അത് ഭയങ്കര വിഷമമായി. അപ്പോൾ ഇതിൻ്റെ 3-ാം ഭാഗത്തിൽ കണ്ടില്ലേ, സൈന്യങ്ങളുടെ യഹോവയെ നമസ്കരിപ്പാൻ അവരെ യാഗം കഴിപ്പാൻ തൻ്റെ പട്ടണത്തിലേക്ക് ആണ്ടുകൂറും ശീലോവിലേക്ക് പോവുക പതിവായിരുന്നു. അപ്പം എല്ലാ വർഷവും ദൈവത്തിന് എന്ന് യാഗം കഴിക്കുകയൊക്കെ ചെയ്യുന്ന ഭക്തരായ ഒരു കുടുംബമായിരുന്നു ആ കുടുംബം. സ്തോത്രം. അതിൻ്റെ വാക്യം വായിച്ചപ്പോഴും അവിടുത്തെ ഒഫ്നിയും ഫിനെഹാസും അവിടെ ഉണ്ടായിരുന്നു. അതായത് ഏലി പുരോഹിതന്റെ 2 മക്കളാണ് അവർ, ഒഫ്നിയും ഫിനെഹാസും. ഇവരെന്താ ദൈവവഴിയൊക്കെ വിട്ട് സഞ്ചരിക്കുന്നവരാ, പക്ഷെ എന്താ ഇവരും അവിടെ ഉണ്ടായിരുന്നു. സ്തോത്രം. ഈ അന്ന അവിടെ ചെന്ന്, അപ്പൊ അതിന്റെ 5-ാം ഭാഗത്തിൽ പറയോ യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. സ്തോത്രം എന്ന് പറയുക. അപ്പൊ ഈ ഒരു വിഷയത്തിൽ അന്ന എന്താണ്, കുനിഞ്ഞു പോയി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സ്തോത്രം. അപ്പം 6-ാം ഭാഗത്തിൽ പറയുന്ന അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. സ്തോത്രം. അപ്പൊ നിന്നയും പരിഹാസവും ഒക്കെ എന്താണ് ഈ സഹോദരി എന്താ കുനിഞ്ഞുപോയി. സ്തോത്രം എന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എന്നാൽ സ്തോത്രം, ദൈവം അവളുടെ മുഖം പിന്നെ വാടിയില്ല എന്ന് നമുക്ക് 18-ാം ഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിൽ നിന്ന് താനൊരു ഉറപ്പ് പ്രാപിച്ചപ്പോൾ പിന്നെ അവളുടെ മുഖം വാടിയില്ല. അവൾ കർത്താവിൽ പ്രത്യാശ വെച്ചു. സ്തോത്രം. അത് പിന്നെ ആരായിട്ട്, അത് നല്ലൊരു സൗമ്യൽ ബാലനായിട്ട് അത് പുറത്തു വരുവാൻ ഇടയായി നമുക്ക് കാണാൻ സാധിക്കും. സൗമ്യൽ ബാലനെ കുറിച്ച് പറയുന്നത് എന്താ, താൻ മുതൽ ബേർശേബ വരെ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ ദേശം എണ്ണിയെന്നാണ് പറയുന്നത്. അല്ല, ഒരു മനുഷ്യൻ തന്നെത്താൻ പറഞ്ഞതൊന്നുമല്ല എഴുതിയിരിക്കുന്നത്, ദേശം. അവസാന നിമിഷത്തിൽ ഈ സൗമ്യൽ പ്രവാചകൻ എഴുന്നേറ്റ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും ഞാൻ നിങ്ങളോട് ചരിവായിട്ട് വല്ലതും മേടിച്ചെന്നോ പിടിച്ചു പറിച്ചെന്നോ ഒക്കെ പറയുമോ എന്ന് ഈ വ്യക്തി വളരെ പ്രാഗൽഭ്യത്തോട് ചോദിക്കുന്നുണ്ട്. അപ്പം ദൈവത്തിന്റെ അരുളപ്പാട് ഇല്ലാതിരുന്ന സമയത്ത് ദൈവം സംസാരിക്കുന്ന ഒരു പ്രവാചകനായിട്ട് ശൗമൻ മാറാനിടയായി. സ്തോത്രം. ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഏറെ നാളുകളായിട്ട് ഇല്ലാത്ത ഒരു സമയമായിരുന്നു. ആ സമയത്ത് ശൗമൻ ബാലനോട് ദൈവം സംസാരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പൊ ഹന്ന എന്ത് സംഭവിച്ചു, ഹന്ന ജീവിതത്തിൽ ഒരല്പസമയത്തേക്ക് കുനിഞ്ഞുവെന്ന് ഹന്നായിക്ക് തോന്നിയാലും ദൈവം അനുഗ്രഹിച്ചപ്പോൾ എന്താണ്, ഹന്നായെ ഇരട്ടിയല്ല, 2 ഇരട്ടിയല്ല, 3 ഇരട്ടിയല്ല, ദൈവം നന്നായി അനുഗ്രഹിച്ചു എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഓർത്തുകൊള്ളുക, കുനിഞ്ഞു പോയിരിക്കുന്ന. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ പറഞ്ഞ പല കാര്യങ്ങൾ പറഞ്ഞു. രോഗമുണ്ട്, എന്തുണ്ട്, ആത്മീയ അന്ധതയുണ്ട്, അല്ലെങ്കിൽ ജീവിത ഭാരങ്ങളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ജീവിതമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി ചിന്തിച്ചു കൊള്ളുക. ഇത് ഏതിനാലും നമ്മൾ കുനിഞ്ഞു പോയാലും കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന നല്ലൊരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത് എന്ന് നമ്മൾ ഓർത്തുകൊള്ളുക. സ്തോത്രം. അപ്പം യഹോവയെ സ്തുതിപ്പി എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് സങ്കീർത്തനം അവസാനിക്കുകയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ദൈവത്തെ വാസ്തവമായിട്ട് സ്തുതിച്ച് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാൻ കഴിയണം. നമ്മുടെ ഹൃദയത്തിൽ ദൈവം ചെയ്തു തന്ന നന്മകളെ ഓർത്ത് ഒന്നും വേണ്ട. നമ്മുടെ ജീവിതത്തിൽ ഒരു 5 വർഷം പുറകോട്ടൊന്ന് ചിന്തിച്ചാൽ മതി, നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ എന്തെല്ലാം ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. സ്തോത്രം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി ദൈവം നമുക്ക് ചെയ്ത നന്മകളെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം.
ലഭിക്കാത്തതിനെ ഓർത്ത് നമ്മൾ ആകുലപ്പെടേണ്ട, വിഷമിക്കേണ്ട. ലഭിച്ച നന്മകളെ ഓർത്ത് സ്തുതിച്ചു തുടങ്ങുക. ദൈവം നമ്മളെ വാസ്തവമായിട്ടും അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.